ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ച് ഒരു പൈപ്പിൻ്റെ ബെൻഡും ഫ്ലാഞ്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് ഫ്ലാഞ്ച്, ഇത് പൈപ്പ് ബെൻഡാണിത്. നമുക്കിത് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ 2D പുതിയ ന്യൂ ഡ്രോയിങ് എടുക്കാം. പാർട്ട് ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ലൈൻ ചൂസ് ചെയ്യാം. ലൈൻ ദെൻ ഒരു ആർക്ക്. അത് നമുക്ക് ലൈനിൽ നിന്ന് തന്നെ ആ പോയിന്റിലേക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് നേരെ ഒന്ന് ഇതാക്കി പറഞ്ഞാൽ ആർക്ക് ക്രിയേറ്റ് ചെയ്യാം. നേരെ ലൈൻ, സ്ട്രൈറ്റ് ലൈൻ. ദെൻ ഇത് ബോത്ത് സെലക്ട് ചെയ്യാം. ടാൻജന്റ് റിലേഷൻ. ഓക്കെ, ഈ രണ്ട് ലൈനും ചൂസ് ചെയ്യാം. ഈക്വൽ റിലേഷൻ. ഓക്കെ, ഓക്കെ കൊടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ 150 mm. ഈ ആർക്കിൻ്റെ റേഡിയസ് 260 mm. എക്സിറ്റ് കൊടുക്കാം. ഇനി അഗെയിൻ ഒരു റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്തിട്ട് ഒരു ഡ്രോയിങ് കൂടി ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. സർക്കിൾ എടുക്കാം. സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു സർക്കിൾ. സ്മാർട്ട് ഡയമെൻഷൻ 290 mm. എക്സിറ്റ്. സ്വീപ്പ് ബോസ് ബേസ്. സ്കെച്ച് 1 സെലക്ട് ആയിട്ടുണ്ട്. സ്കെച്ച് 2 പാത്ത് സെലക്ട് ചെയ്യാം. തിൻ ഫീച്ചേഴ്സിൽ 40 mm. ഇൻസൈഡ് ഡയറക്ഷൻ, ഇത് ഇൻസൈഡ് ആവുന്നുണ്ട്. ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് പൈപ്പിൻ്റെ ഷേപ്പ് ബെൻഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അപ്പിയറൻസ് ബ്രഷ് നിക്കലാക്കിയിട്ട് മാറ്റാം. നിക്കൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്യാം. അഗെയിൻ നോർമൽ ടു സ്കെച്ച്. സെൻറ്റർ റെക്റ്റാങ്കിൾ, സെൻറ്റർ പോയിന്റ് നിന്ന് റെക്റ്റാങ്കിൾ. സ്മാർട്ട് ഡയമെൻഷൻ 360 mm. 360 mm. ഓക്കെ, ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ് ബോസ്. നമുക്കിത് മൊത്തത്തിലുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട. അതെന്ന് പറഞ്ഞാൽ ഇത് അടഞ്ഞു പോകും. അത് നമുക്ക് ചെയ്യാണ്ട് നേരെ സെലക്റ്റഡ് കൗണ്ടേഴ്സ് കൊടുക്കാം. എന്നിട്ട് സെലക്ട് ചെയ്യാം ഈ ഭാഗം മാത്രം, ടോപ്പ് ഭാഗം മാത്രം. ഈ സർക്കിൾ നമുക്ക് വേണ്ട. ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കല്ല, അതിന് 50 mm. ഓക്കെ, റിവേഴ്സ് ഡയറക്ഷൻ പൈപ്പിന് ചേർന്നിട്ട് വേണം. ഇപ്പോൾ കട്ടായിട്ടുണ്ട്. കട്ടല്ല, ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അഗെയിൻ ഈ ഭാഗത്ത് പിന്നെ അപ്പിയറൻസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അഗെയിൻ ഈ ടോപ്പ് പേജ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. അഗെയിൻ സെൻറ്റർ റെക്റ്റാങ്കിൾ, സെൻറ്റർ പോയിന്റിൽ നിന്ന് റെക്റ്റാങ്കിൾ വരയ്ക്കാം. സ്മാർട്ട് ഡയമെൻഷൻ 360 mm. ഈ ഭാഗം 360 mm. ഓക്കെ കൊടുക്കാം. നേരെ ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. സെലക്റ്റഡ് കൗണ്ടേഴ്സ് കൊടുക്കാം. ഈ സൈഡ് കൗണ്ടേഴ്സ് സെലക്ട് ചെയ്യാം. റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, സെലക്ട് ആയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. 2 സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യാം. സർക്കിൾ 1, സർക്കിൾ 2. സ്മാർട്ട് ഡയമെൻഷൻ ടോപ്പിലുള്ളത് 60 mm. ഇൻസൈഡ് 30 mm. നമുക്കൊരു പോയിന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ പോയിന്റ് എന്നൊരു പോയിന്റ്. സ്മാർട്ട് ഡയമെൻഷൻ ഇവിടെ നിന്ന് ഇതുവരെ 50 mm. ഇവിടെ നിന്ന് ഈ ലൈൻ വരെ 50 mm. ഓക്കെ, ഓക്കെ കൊടുക്കാം. നേരെ പാറ്റേണിൽ പോവാം. ലീനിയർ പാറ്റേൺ മാറ്റിയിട്ട് സർക്കുലർ പാറ്റേൺ. സർക്കുലർ പാറ്റേണിൽ ഈ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യാം. ഇത് എല്ലാം സെലക്ട് ചെയ്യാം. സർക്കുലർ പാറ്റേൺ. ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോയിന്റ് സെലക്ട് ചെയ്യാം. ഈക്വൽ റിലേഷൻ 360 mm. ഓക്കെ, ഓക്കെ എടുക്കാം. എക്സിറ്റ്. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് കട്ട്.
അപ് ടു സർഫേസ് ഒരു ബാക്ക് സർഫേസ് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. അയ്യോ വേണ്ട. എഡിറ്റ് ഫീച്ചേഴ്സ് അതല്ല, ബ്ലൈൻഡ് എടുക്കാം. 10 mm കട്ട്. ഓക്കെ, അഗെയിൻ സെയിം സ്കെച്ച് സെലക്ട് ചെയ്യാം. എക്സ്ട്രൂഡ് കട്ട്, സെലക്റ്റഡ് കോണ്ടേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഈ സർക്കിൾ ഇൻസൈഡിലുള്ളത് സെലക്ട് ചെയ്യാം. mm എന്താ പറഞ്ഞാൽ ഈ ഫ്ലാഞ്ചിന്റെ ലെങ്ത്. അല്ലെങ്കിൽ നമുക്ക് അപ് ടു സർഫേസ് കൊടുക്കാം. അപ് ടു നെക്സ്റ്റ്. ഓക്കെ, കട്ടായിട്ടുണ്ട്. ഈ സെയിം തന്നെ നമുക്ക് ഇവിടെയും സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, സർക്കിൾ, 2 സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷൻ 60 mm, 30 mm. Circle length, distance between these two lines 50 mm. 50 mm. പോയിന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. ഡിലീറ്റ്. ഇത് മൊത്തം സെലക്ട് ചെയ്യാം. പാറ്റേൺ, സർക്കുലർ പാറ്റേൺ, അബൌട്ട് ദിസ് സെന്റർ പോയിന്റ്. ഓക്കെ കൊടുക്കാം. ഓക്കെ, എക്സിറ്റ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡ് കട്ട്, ബ്ലൈൻഡിൽ 10 mm. ഓക്കെ, ഇനി നമുക്ക് അഗൈൻ ഈ സർക്കിൾ സെലക്ട് ചെയ്യാം. സ്കെച്ച് സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡ് കട്ട്, സെലക്റ്റഡ് കോണ്ടേഴ്സിൽ ഇത് ഡിലീറ്റ് ചെയ്യാം. 1 2 4 5. ബ്ലൈൻഡ് മാറ്റിയിട്ട് അപ് ടു സർഫേസ് കൊടുക്കാം. സർഫേസിൽ ബാക്ക് സർഫേസ് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. കട്ടായിട്ടുണ്ട്. ഇതാണ് പൈപ്പിൻ്റെ ബെൻഡ് ആൻഡ് ഫ്ലാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. ഇത് നമുക്ക് സേവ് ചെയ്യാം.